പാവം പെങ്ങളൂട്ടി നന്നായി പാടാൻ അറിയാം, നന്നായി സംസാരിക്കാൻ അറിയാം, നന്നായി രാഷ്ട്രീയ നാടകങ്ങളും അറിയാം, എല്ലാം അറിയാം നമ്മുടെ പെങ്ങളൂട്ടിക്ക്. പെങ്ങളൂട്ടി കഴിഞ്ഞ തവണ അത്ഭുതകരമായ വിജയമാണ് ആലത്തൂരിൽ നിന്ന് നേടിയത്. CPM കോട്ടയിൽ പെങ്ങളൂട്ടി വിജയിച്ചു കയറിയത് CPM പോലും കണ്ണു തള്ളിച്ചു. CPM നേതാക്കളുടെ കണ്ണൊക്കെ തള്ളിപ്പോയി. കാരണം പെങ്ങളൂട്ടി ജയിക്കുമെന്ന് വിചാരിച്ചു. രമ്യ ഹരിദാസ് ആലത്തൂരിൽ നിന്ന് ജയിച്ചപ്പോൾ ആലത്തൂരിലെ CPM കോട്ട ഇളകി. ആലത്തൂരിലെ CPM അടിത്തറ ഒന്നെന്ന് ഇളകി. വിജയിക്കുമെന്ന് കോൺഗ്രസ്സുകാർ പോലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ വിജയിച്ചു കയറി. അതിന് ശേഷം ഒരു ടാഗ് ലൈൻ തന്നെ ഉണ്ടായി, പെങ്ങളൂട്ടി പെങ്ങളൂട്ടി എന്ന ടാഗ് ലൈൻ. ആ ടാഗ് ലൈൻ വലിയ ഒരു ടാഗ് ലൈനായി മാറി. പെങ്ങളൂട്ടിയുടെ പാട്ടുകൾ, പെങ്ങളൂട്ടിയുടെ പ്രസംഗം ഒക്കെ വലിയൊരു തരംഗമായി കുറച്ചു കാലം, രണ്ട് വർഷക്കാലം നിന്നു. പിന്നെയാണ് അറിയുന്നത് ഈ പെങ്ങളൂട്ടിയുടെ തനി സ്വഭാവം. പെങ്ങളൂട്ടിക്ക് അവിടെ നിന്ന് ജയിക്കണം. അതിനുവേണ്ടി കുറച്ച് വ്യവസായികളെയൊക്കെ പെങ്ങളൂട്ടി കൂട്ടുപിടിച്ചിട്ടുണ്ട് പണത്തിന് വേണ്ടി. ജയിക്കാൻ വേണ്ടിയും പെങ്ങളൂട്ടി കുറച്ച് വ്യവസായികളെയൊക്കെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ പെങ്ങളൂട്ടി ആലത്തൂരിൽ വീണ്ടും എത്തി. സുനിൽ കനകുലുവാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ. സുനിൽ കനകുലുവാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ. സുനിൽ കനകുലുവാണ് പെങ്ങളൂട്ടിക്ക് ഇത്തവണയും അവിടെ സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞത്. കാരണം അവിടുത്തെ പ്രാദേശികമായ കോൺഗ്രസ് നേതാക്കൾ എല്ലാം കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട പെങ്ങളൂട്ടിക്ക് എതിരാണ്. പെങ്ങളൂട്ടി വെറും നമ്പറാണ് എന്നാണ് അവർ പറയുന്നത്. വെറും നമ്പർ രാഷ്ട്രീയം കളിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. ശരിയോ തെറ്റോ എന്നറിയില്ല. പക്ഷെ ഇത്തവണ പെങ്ങളൂട്ടി ഉയർന്നു. ഇത്തവണ പെങ്ങളൂട്ടിക്ക് ടൈറ്റ് ഫൈറ്റ് ആണ്. കഴിഞ്ഞ തവണത്തെ കണക്ക് ചുമ്മാ പോയി ജയിക്കാൻ പറ്റില്ല. കഴിഞ്ഞ തവണ പെങ്ങളൂട്ടി ജയിച്ചത് ശബരിമല വിഷയത്തിന്റെ ബലത്തിലാണ്. ശബരിമല വിഷയത്തിന്റെ ബലത്തിൽ പെങ്ങളൂട്ടി ജയിച്ചു വന്നു. അതല്ലാതെ പെങ്ങളൂട്ടിക്ക് ജയിക്കാനുള്ള ഒരു യോഗ്യതയും ഇല്ല. പെങ്ങളൂട്ടിക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗമാണ്. എന്തായാലും ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലെ പെട്ടെന്ന് കയറി ജയിക്കാൻ പെങ്ങളൂട്ടിക്ക് പറ്റില്ല. കാരണം അവിടെ CPM നിർത്തിയിരിക്കുന്നത് മുൻ മന്ത്രിയും സ്പീക്കറും ഒക്കെ ആയ K. രാധാകൃഷ്ണൻ എന്ന ലാളിത്യമാർന്ന വ്യക്തിത്വമാണ്. അതിനു മുമ്പിൽ പെങ്ങളൂട്ടിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് കോൺഗ്രസ്സുകാരും അടക്കം പറയുന്നു. മാത്രമല്ല ആലത്തൂരിലെ കോൺഗ്രസ്സുകാർ മുഴുവനെന്ന് പറയാൻ പറ്റില്ല, മുക്കാൽ ഭാഗവും പെങ്ങളൂട്ടിക്ക് എതിരാണ്. പെങ്ങളൂട്ടി ജയിച്ച ശേഷം പെങ്ങളൂട്ടി നേരെ അങ്ങ് ഡൽഹിയിൽ പോയി ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ആലത്തൂരിൽ കേരളത്തിന് വേണ്ടി ഒരു വാക്ക് പോലും പറഞ്ഞു. ജയിപ്പിച്ചു വിട്ട ജനങ്ങൾ മണ്ടന്മാരായി പറഞ്ഞു. അതാണ് സംഭവിച്ചത്. ഇനിയിപ്പോ പെങ്ങളൂട്ടിക്ക് നേരിടേണ്ടി വരുന്നത് അഗ്നിപരീക്ഷയുടെ നാളുകളാണ്. സുനിൽ കനകുലു പറഞ്ഞു പെങ്ങളൂട്ടി നിന്നാൽ നല്ലതാണെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വിദഗ്ധനായ സുനിൽ കനകുലു പറഞ്ഞ വാക്ക് അനുസരിച്ചാണ് പെങ്ങളൂട്ടി ഇപ്പൊ അവിടെ നിർത്തിയിരിക്കുന്നത്. പക്ഷേ പെങ്ങളൂട്ടിക്ക് കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടിയിരിക്കുന്നു. മന്ത്രിയും മുൻ സ്പീക്കറും ഒക്കെ ആയ രാധാകൃഷ്ണനെ കിട്ടിയിരിക്കുന്നു. രാധാകൃഷ്ണന് മുമ്പിൽ പെങ്ങളൂട്ടി ഒന്നുമല്ല എന്ന് കോൺഗ്രസും തിരിച്ചറിയുന്നു. അതാണ് അതിന്റെ ഒരു വിധി വൈപരീത്യം. രാധാകൃഷ്ണനോടൊന്നും ഏറ്റുമുട്ടാനുള്ള തണ്ടിയൊന്നും പെങ്ങളൂട്ടിക്കില്ല. പെങ്ങളൂട്ടി കാണിച്ചതെല്ലാം അബദ്ധമാണ്. അതിനുശേഷം മറുനാടൻ മലയാളിയിൽ പോയി ഇന്റർവ്യൂ എടുത്തു. ഷാജൻ സ്കറിയും പെങ്ങളൂട്ടിയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ എങ്ങനെ അടിച്ചു വന്നു. അതില് പെങ്ങളൂട്ടി അഭിമാനം കൊണ്ടു. മറുനാടൻ മലയാളി തന്നെ രക്ഷിക്കുമെന്ന് പാവം പെങ്ങളൂട്ടി വിചാരിച്ചു. പെങ്ങളൂട്ടി വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല. മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് പ്രസ്ഥാനം തട്ടിപ്പിന്റെ പ്രസ്ഥാനമാണെന്ന് ഇപ്പോൾ കേരളം ഒട്ടാകെ ചർച്ച ചെയ്യും. ഷാജൻ സ്കറിയ എന്ന വ്യക്തി പലതരത്തിൽ ചർച്ചയ്ക്ക് വിധേയമാകും. അതൊന്നും കേരള രാഷ്ട്രീയത്തിന്റെ ചർച്ചയ്ക്ക് വിധേയമാകുന്നില്ല. ഷാജൻ സ്കറിയയും പെങ്ങളൂട്ടിയും രാധാകൃഷ്ണനും ഒക്കെ കേരള രാഷ്ട്രീയത്തിന് ഒരുപോലെയാണ്. ഞങ്ങൾ അലക്കി വെളുപ്പിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് കിട്ടുന്ന അനുഭവത്തിന്റെ, ഞങ്ങൾക്ക് കിട്ടുന്ന ന്യൂസിന്റെ ബലത്തിലായിരിക്കും.
പാവം പാവം പെങ്ങളുട്ടി. ആലത്തൂരിലെ കോൺഗ്രസ്സുകാർ ഒന്നടങ്കം പറയുന്നു തോൽപ്പിക്കും പെങ്ങളുട്ടിയെന്ന്. ഈ പെങ്ങളുട്ടി എന്ന വാക്കിപ്പോ ഒരു പരിഹാസ വാക്കായി മാറിയിരിക്കുന്നു. എന്തൊരു കഷ്ടമാണ്, എന്തൊരു ഗ്ലാമറിലാണ് രമ്യ നിങ്ങൾ ജയിച്ചു കയറിയത്. നിങ്ങൾക്ക് ആ മണ്ഡലത്തിലെ കോൺഗ്രസ്സുകാരോട് മര്യാദയ്ക്ക് പെരുമാറാൻ, ആ കോൺഗ്രസ്സുകാരോട് മര്യാദയ്ക്ക് പെരുമാറാൻ പഠിക്കാൻ നിങ്ങളോട് ആരും ഉപദേശം തന്നില്ല. ആ ചോദ്യം കേരള രാഷ്ട്രീയം ചോദിക്കുകയാണ്. ഇത്തവണ നിങ്ങൾ 8 നിലയിൽ കൊണ്ടു, ഇത്തവണ നിങ്ങൾ അവിടെ ജയിക്കുന്നില്ല. നിങ്ങളുടെ പാട്ട് കേട്ട് ആരും കോരിത്തിരിക്കില്ല, നിങ്ങളുടെ പ്രസംഗം കേട്ട് ആരും കോരിത്തിരിക്കില്ല. അവിടുത്തെ കോൺഗ്രസ്സുകാർ മുഴുവൻ നിങ്ങൾക്ക് എതിരാണ്. ശക്തമായ എതിർപ്പിലാണ് അവിടുത്തെ കോൺഗ്രസ്. എന്തായാലും എൻ്റെ പൊന്ന് പെങ്ങളുട്ടി, നിങ്ങളെ എനിക്ക് വലിയ പരിചയമില്ല. പക്ഷേ ഈ മറുനാടൻ മലയാളി കണക്കുള്ള പ്രസ്ഥാനവുമായി സഹകരിച്ച് നിൽക്കുന്ന നിങ്ങളെ കേരള ജനത എങ്ങനെ സ്വീകരിക്കും? സംഘികൾ വോട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നു. അവരോട്ടൊന്നും ചെയ്യില്ല. അവരവിടെ ശക്തമായ സ്ഥാനാർത്ഥിയെ നിർത്തിക്കും. ചുരുക്കത്തിൽ പെങ്ങളുട്ടി ഇത്തവണ തോൽക്കും എന്നുള്ളത് 3 തരം. ആ 3 തരം കേരള രാഷ്ട്രീയം ഉറപ്പിച്ച് പറയുന്നു. രാധാകൃഷ്ണൻ എത്തിയതോടുകൂടി പെങ്ങളുട്ടി പരുങ്ങലിലാണ്. പെങ്ങളുട്ടി ഇപ്പോൾ പാടി പാടി നടക്കുകയാണ്. മുന്നിലും ശൂന്യത, പിന്നിലും ശൂന്യത, നടുവിൽ ജീവിതമാണ്.